ഹായ് നമസ്തേ. ഇത് സ്ഥിരമായി രാവിലെ ഞങ്ങളുടെ വീട്ടിൽ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ ടെറസിൽ നിന്ന് താഴെ ഇറങ്ങും. പിന്നീട് ഇവരെ കളി കണ്ടാൽ എനിക്കൊരു സംശയമാണ്, ഞങ്ങൾ ഇവരുടെ വീട്ടിലാണോ താമസം അതോ ഇവർ ഞങ്ങളുടെ വീട്ടിലാണോ താമസമെന്ന്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എനിക്ക് ഈ പെറ്റ്സിനെ വളർത്താനൊന്നും വലിയ ഇഷ്ടമില്ല. എങ്കിലും ഞാൻ ഈ 3 പേരുമായിട്ട് ഒത്തിരി അടുത്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാവിലെ ഇവരെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കുറച്ചു നേരം ഇവരുടെ കളികളൊക്കെ നോക്കിയിരുന്നതിന് ശേഷം ഞാൻ നേരെ കയറിയത് അടുക്കളയിലേക്കാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ലെമൺ റൈസാണ്. കന്നഡയിൽ അതിന് ചിത്രാന്ന എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് പൊതുവേ ഈ റൈസൊന്നും രാവിലെ അത്ര ഇഷ്ടമാവില്ല. എങ്കിലും എൻ്റെ മോന് ലഞ്ച് ബോക്സിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത് പ്രിപ്പയർ ചെയ്തത്. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? അത് ഈ സ്ക്രീനിൽ കാണുന്നില്ലേ? ഇതൊക്കെയാണ് ഞാൻ രാവിലെ കഴിച്ചത്. ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ മനസ്സിനെ ഹെൽത്തിയാക്കി സൂക്ഷിക്കാൻ ഒരു നല്ല സ്പീച്ചിന് കഴിയും. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഗുരുരാജ് കർഷികെ എന്ന വ്യക്തിയുടേതാണ്. ഹീസ് എ ഗ്രേറ്റ് പേഴ്സൺ. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇതൊരു പതിവ് കാഴ്ചയാണ് കേട്ടോ. തിങ്കളാഴ്ച മാത്രമല്ല, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ പൂജാ റൂമിൽ വൃത്തിയായി അലങ്കരിച്ച് ഞാൻ വിളക്ക് കൊടുത്താറുണ്ട്. കുറച്ചു നേരം വരയ്ക്കാം എന്ന് കരുതി ചെന്നപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണിത്. എന്തൊരു ക്യൂട്ടാണല്ലേ. ചില ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇതിനെന്തൊരു ഭംഗിയാണെന്ന്. ഇനി വരയ്ക്കാനിരിക്കാം. എനിക്ക് ഒത്തിരി വന്നിട്ടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാമോ എന്നാണ്. തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. അതിനുള്ള കാരണം ഇന്ന് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ പാഷനാണ്. സോ ഞാനിപ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൽ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ചിത്രകല നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കല തന്നെയാണ്. കൂടാതെ നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വരകളെല്ലാം നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുള്ളൂ. അതെൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണതാണ് കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ലൈൻസ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റായിട്ട് വരയ്ക്കുന്നത്. ഇതിനൊക്കെയുള്ള ഏക ഉത്തരം യെസ്, പ്രാക്ടീസ്.